ഹായ് ഫ്രണ്ട്സ്, സച്ചിയുടെയും രേവതിയുടെയും ഏറ്റവും പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ചന്ദ്രമതി ശരത്തിൻ്റെ കയ്യിൽ നിന്ന് കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഒരു 2 ലക്ഷം രൂപ വക്കീലിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചല്ലോ. ആ ക്യാഷ് ഭാമേനെ ഏൽപ്പിക്കുന്നുണ്ട്. ഭാമയുടെ വീട്ടിൽ കൊടുത്തിരിക്കുന്ന ആ പൈസയുടെ രഹസ്യം ശ്രുതി കണ്ടുപിടിച്ചിട്ട് ശ്രുതിയാണെങ്കിൽ അവിടെ നിന്ന് ആ പൈസ ആരും അറിയാതെ തന്നെ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ പൈസ മോഷ്ടിച്ചത് പിന്നീടാണ് നമ്മുടെ ഭാമയും ചന്ദ്രമതിയും ഒക്കെ അറിയുന്നത്. അങ്ങനെ നമ്മുടെ രേവതിയുടെ മേലിൽ ഈ പഴി ഇടുന്നുണ്ട് കേട്ടോ. എന്നാൽ നമ്മുടെ സച്ചിയല്ലേ ആള് എല്ലാം നല്ല ആരാണ് ഈ മോഷണത്തിന് പിന്നിലെന്നും പൈസ എവിടെ നിന്നാണെന്നും എല്ലാം സച്ചി കൃത്യമായിട്ട് കണ്ടുപിടിച്ചിട്ട് രവിയും സച്ചിയും കൂടിയിട്ട് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ രവിയുടെ നല്ലൊരു മാറ്റമാണ് കേട്ടോ ഈ എപ്പിസോഡിൽ വരുന്നത്. നമ്മുടെ ചന്ദ്രമതിനെ വലിച്ചു കീറുന്ന ഒരു എപ്പിസോഡാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാം. ചന്ദ്രമതി ആണെങ്കിൽ ഭാമയുടെ വീട്ടിലാണ് കേട്ടോ ഉള്ളത്. ഈ സമയം എന്നും ഭഗവാന്റെ മുമ്പിൽ പൂ വെക്കാനായിട്ട് നമ്മുടെ രേവതിയാണ് കൊണ്ടുവരുന്നത്. അങ്ങനെ രേവതി പൂ കൊണ്ടുവരുമ്പോൾ തന്നെ ഭാമ പറയുന്നുണ്ട്, രേവതി നീ തന്നെ അത് പൂജാമുറിയിൽ വെച്ചേക്കുന്നേ. അങ്ങനെ രേവതി ആണെങ്കിൽ ആ പൂവെല്ലാം കൊണ്ടുപോയി നല്ല രീതിയിൽ പൂജാമുറിയെല്ലാം അലങ്കരിക്കുന്നുണ്ട്. ഇത് കാണുമ്പോഴേക്കും ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഭാമേ ഈ നാട്ടില് വേറെ എത്രയോ പൂക്കാരുണ്ട്, പിന്നെന്തിനാ ഇവളുടെ കയ്യിൽ നിന്ന് നീ പൂ വാങ്ങിക്കുന്നതെന്നേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അതായത് ചന്ദ്രേ ഈ നാട്ടില് വേറെ ഒരുപാട് പൂക്കാരുണ്ടാവായിരിക്കും, എന്നാൽ രേവതിയുടെ അത്രയും ഫ്രഷ് ആയിട്ടുള്ള പൂവ് മറ്റൊരിടത്തൊന്നും കിട്ടില്ല. എത്ര മനോഹരമായിട്ടാണ് രേവതി പൂ കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ രേവതിനെ പുകഴ്ത്തി പറയാണല്ലോ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ഒരു പുച്ഛത്തോട് കൂടിയിട്ടൊക്കെ ഇങ്ങനെ മുഖം വെക്കുന്നുണ്ട്. അങ്ങനെ പൂവൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം രേവതി വരുമ്പോൾ ഭാമയാണെങ്കിൽ പൂവിൻ്റെ പൈസ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ഭാമയാൻറ്റി ഇതിന് പൈസ വേണ്ടെന്നേ. ഓ അതെന്താ മോളെ, അതൊന്നും സാരമില്ല, നീ പെട്ടതല്ലേ, നിന്റെ അധ്വാനത്തിൻ്റെ ഫലമല്ലേ ഇത്, എന്തായാലും നീ ഇത് മേടിക്കെന്നും പറഞ്ഞ് നിർബന്ധിക്കുകയാണേ. ഈ സമയം ചന്ദ്രമതി പറയുന്നുണ്ട്, ദേ ഭാമേ അവൾ ഇപ്പം നിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങില്ല, നീയേ റോഡിൽ കൂടി പോകുമ്പോഴേക്കും ആളെ വിട്ടിട്ട് അവള് തള്ളിയിട്ടിട്ടായിരിക്കും പൈസ വാങ്ങിക്കൊണ്ട് പോന്നേന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് രേവതിനെ ഇങ്ങനെ കുത്തി നോപ്പിക്കുകയാണ് കേട്ടോ. ഈ സമയം ഭാമ പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്തിനാ രേവതിനെ ഇങ്ങനെ ഓരോന്ന് പറയുന്നത്? രേവതി എന്തായാലും അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് നമുക്കറിയില്ലേ. അയ്യോ നല്ല മഴക്കാറുണ്ടല്ലോ, ടെറസിന് മുകളിൽ തുണി കിടക്കുക, ഞാൻ പോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഭാമ പോകാൻ തുടങ്ങുകയാണേ. ഈ സമയം രേവതി പറയുന്നുണ്ട്, ആൻറ്റി സ്റ്റെപ്പ് കയറി പോകണ്ട, ഞാൻ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് തുടങ്ങുമ്പോഴേക്കും ഓ വേണ്ട മോളെ ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞിട്ട് ഭാമ പോകാൻ തുടങ്ങുകയാണ് കേട്ടോ. ഈ സമയം സാരമില്ല ആൻറ്റി എന്ന് പറഞ്ഞിട്ട് രേവതി ആ തുണിയെല്ലാം പെറുക്കാനായിട്ട് പോകുന്നുണ്ടേ. അപ്പോഴേക്കും ചന്ദ്രമതി അവിടെ നിന്ന് വിളിച്ച് പറയുന്നുണ്ട്, അതെ തുണി എടുത്തുകൊണ്ട് വന്നാൽ മാത്രം പോരാ, അതെല്ലാം മടക്കി കൊണ്ടുപോയി അലമാരിക്കുള്ളിൽ വെക്കണമെന്നും പറയുകയാണേ. അങ്ങനെ ഭാമ വഴക്ക് പറയുന്നുണ്ട്, ചന്ദ്രേ നീ എന്താ രേവതിയോട് ഇങ്ങനെ പെരുമാറുന്നത്? അവളെന്താ ഇവിടുത്തെ വേലക്കാരിയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേ ഭാമേ അവൾ ഇന്ന് സ്ഥിരമായിട്ട് പണിയെടുക്കുന്നതാ, അവള് വലിയ റോയൽ ഫാമിലിയിൽ നിന്നൊന്നും വന്നതല്ലല്ലോ, അവള് നല്ല രീതിയിൽ പണിയെടുത്ത് തന്നെ വന്നവളാ, അവള് ഇവിടെ ചെയ്യുന്നതിനെന്നാ വീട്ടിലും ചെയ്യും ഇവിടെയും ചെയ്യട്ടെ എന്നൊക്കെ പറയാണേ. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ തുണിയെല്ലാം നല്ല കുടഞ്ഞും മടക്കിയൊക്കെ അലമാരിക്കുള്ളിൽ വെച്ചിട്ട് ഭാമയോട് പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അതിന് ശേഷമായിട്ടാണ് ഭാമയുടെ വീട്ടിലേക്ക് ഒരു സ്ത്രീ ഉണ്ടല്ലോ, സാരിയൊക്കെ ഇങ്ങനെ വീടുകൾ തോറും കയറി ഇറങ്ങി നടന്ന് വിൽക്കുന്ന ഒരു സ്ത്രീ വരുന്നുണ്ട്. സ്ഥിരമായിട്ട് അവർ വരുന്നതാട്ടോ. അവർ വരുമ്പോഴേക്കും ഭാമയും ചന്ദ്രമതിയും കൂടി ആ സാരി എല്ലാം നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്രമതിക്ക് സാരികളെല്ലാം കാണുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടമാവാണ് കേട്ടോ. അപ്പോഴേക്കും ചന്ദ്രേ നിന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടല്ലോ, നീ ഇനി എന്തിനാ പേടിക്കുന്നേ? അതേ ഭാമേ എന്തായാലും എനിക്കൊരു 3-4 എണ്ണം വേണമെന്നും പറഞ്ഞിട്ട് നല്ല കൂടിയ സാരി തന്നെ നോക്കി നമ്മുടെ ചന്ദ്രമതി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ പറയുന്നുണ്ട്, ഈ 4 എണ്ണത്തിനും കൂടി ഒരു 40,000 രൂപയാവുന്നേ. ഓ അത്രയേ ഉള്ളോ ഭാമേ, നീ അലമാരിക്കത്തുനിന്ന് എൻ്റെ പൈസ എടുത്തിട്ട് വാന്നും പറഞ്ഞ് നമ്മുടെ ഭാമയോട് ചന്ദ്രമതി പറഞ്ഞു വിടുന്നുണ്ട്. ആ സമയം ഭാമ പോയിട്ട് അലമാരിക്കുള്ളിൽ പൈസ നോക്കുമ്പോഴാണ് ചന്ദ്രമതിയുടെ 2 ലക്ഷം രൂപ ആ അലമാരിക്കകത്ത് കാണുന്നില്ലെന്ന് പറയുന്നത്. അങ്ങനെ ഭാമ ആകെ ഷോക്കായിട്ട് വന്ന് ചന്ദ്രയോട് കാര്യം പറയുന്നുണ്ട്. ചന്ദ്ര പറയുന്നുണ്ട്, ഭാമേ നീ എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തിട്ടുണ്ടോ? നീ ഓർത്ത് നോക്കെന്ന് പറഞ്ഞാലും
ഭാമ പറയുന്നുണ്ട്, ഞാൻ എന്തിനാ ചന്ദ്ര എടുക്കുന്നത്, ഞാൻ അങ്ങനെ എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇതിനെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ സാരിയുമായിട്ട് വന്നിരിക്കുന്ന ചേച്ചിയോട് പറയുന്നുണ്ട്, ചേച്ചി നിങ്ങൾ എന്തായാലും അടുത്ത ദിവസം വാ, ഞാൻ ഇവിടെ സൂക്ഷിച്ചിരുന്ന പൈസ ഭാമ എന്തോ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു, ഇനി നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ഞാൻ ഉറപ്പായിട്ടും വാങ്ങിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അവർ പറയുന്നുണ്ട്, എന്നാ ഈ സാരി ഇവിടെ ഇരിക്കട്ടെ, പൈസ കിട്ടുമ്പോൾ അടുത്ത ദിവസം ഞാൻ വന്ന് വാങ്ങിക്കോളാന്നേ. ഞാൻ അങ്ങനെ പൈസ ഇല്ലാതെ കടവായിട്ട് ആരുടെ കയ്യിൽ നിന്നും ഒന്നും വാങ്ങിക്കാറില്ല, ഞാൻ നിങ്ങൾ അടുത്ത തവണ വരുമ്പോൾ ഉറപ്പായിട്ടും വാങ്ങിക്കോളാന്നും പറഞ്ഞിട്ട് ആ സ്ത്രീയെ അവിടെ നിന്ന് അങ്ങ് പറഞ്ഞു വിടുന്നുണ്ട്. ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ്. ഈ സമയം ഭാമയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് വല്ലാണ്ടായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഭാമ ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ എന്നാലും ആ പണം എവിടെ പോയിരിക്കും? അത് തന്നെയാ ഞാൻ നിന്നോടും ചോദിക്കുന്നത്, ആ പണം നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുകയാണെ. ചന്ദ്രേ നീ എന്നെ സംശയിക്കുവാണോ? നമ്മൾ രണ്ടും അല്ലേ ഉള്ളൂ, ഞാൻ വേറെ എന്ത് ആവശ്യത്തിന് എടുക്കാന്? ഇവിടെ മറ്റാരും വന്നിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടേ. എന്നാൽ ചന്ദ്രമതി കുറേ നേരം ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് ആലോചിച്ചിട്ടാണ് പറയുന്നത്, ഭാമേ നീ അത് മറന്നോ, ഇവിടെ മറ്റാരും വന്നിട്ടില്ലേ? ആരാ ചന്ദ്രൻ? അതെ ആ പൂ കെട്ടുന്നവള്, അവൾ ഇവിടെ വന്നില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ എന്തൊക്കെയായി പറയുന്നത്? രേവതി ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ദേ ഭാമേ നിനക്ക് അവളെ കുറിച്ച് കൂടുതലായിട്ട് അറിയില്ലായിരിക്കും, എനിക്കെന്നാ നന്നായിട്ട് അറിയാം. ഇപ്പൊ വേണ്ടേ എനിക്ക് അനുഭവം ഉണ്ടായിട്ടുമുണ്ട്. അവളും അവിടെ കുടുംബവും മുഴുവൻ കള്ളന്മാരാണെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിന്റെ വായിൽ വന്നതൊക്കെ ഇങ്ങനെ പറയാണ്. അതിനെ നമ്മുടെ ഭാമയാണെങ്കിൽ ന്യായീകരിക്കുന്നുണ്ട്. ചന്ദ്രമതി വീണ്ടും തന്നെ പറയുന്നുണ്ട്, ഭാമേ നീ എന്തൊക്കെ പറഞ്ഞാലും അവള് തന്നെയാണ് ഈ പണം മോഷ്ടിച്ചെന്നേ. എന്നാൽ ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ ഞാൻ അവൾക്ക് പൂവിന്റെ പൈസ കൊടുത്തിട്ട് പോലും രേവതി വാങ്ങിയില്ല, പിന്നെ ഇത്രയും വലിയ തുക അവൾ എടുക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടേ. അത് തന്നെയാ ഭാമേ ഞാൻ പറഞ്ഞത്, അവളെ ഈ വീട്ടിൽ തന്നെ ഇത്രയും വലിയ തുക കണ്ടുവച്ചിട്ട് പിന്നെ എങ്ങനെയാ ആ പൂവിന്റെ ചെറിയ പൈസ മേടിക്കുന്നത്? അവളുടെ അനിയന് വേണ്ടിയിട്ടേ ഇപ്പൊ ഒരുപാട് പണം പെറുക്കിയിട്ടിരിക്കുവല്ലേ, അതെവിടെ നിന്നെങ്കിലുമൊക്കെ കടം വാങ്ങിയതായിരിക്കും, അത് മുതലാക്കാൻ വേണ്ടിയിട്ടാണ് അവൾ ഇവിടെ വന്ന് ആ പണം എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറയാനേ. എന്ന് ഭാമ പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഇങ്ങനെയൊന്നും പറയരുതേ, ദൈവദോഷം കിട്ടും. എന്തായാലും അത് അർഹതയില്ലാത്ത പണമല്ലേ, അത് പോയെന്ന് വിചാരിച്ചാൽ മതി. എന്തായാലും ഈ വീട്ടില് പണം ഉണ്ടെന്നുള്ളത് രേവതിക്ക് അറിയില്ലായിരുന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ടേ. എന്തായാലും അതെ ഭാമേ നിനക്ക് ഇത്രയും ബുദ്ധി ഇല്ലാതായോ? ആ വക്കീൽ എന്തായാലും സച്ചിയോട് പറഞ്ഞു കാണും എന്റെ കയ്യില് 2 ലക്ഷം രൂപ തന്നെന്ന്. സച്ചി പോയിട്ട് അവളോടും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അത് പ്ലാൻ ചെയ്തിട്ടാണ് അവള് വന്നിട്ട് ആ പണം എടുത്തുകൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കലി തുള്ളുകയാണ് കേട്ടോ. ഭാമു എന്തൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചിട്ടും ചന്ദ്ര ഒന്നും ഏൽക്കുന്നില്ല. അങ്ങനെ ചന്ദ്രമതി ഭയങ്കര ദേഷ്യത്തോട് കൂടിയിട്ടാണ് വീട്ടിലേക്ക് പോകുന്നത്. കാരണം വീട്ടിൽ ചെന്നിട്ട് നേരിട്ട് ചന്ദ്രമതിക്ക് ഈ കാര്യം അവതരിപ്പിക്കാൻ പറ്റില്ലല്ലോ, കാരണം ചന്ദ്രമതിയുടെ പണമാണെന്ന് വീട്ടിലാർക്കും അറിയുകയില്ല. അങ്ങനെ ചന്ദ്രമതി ഭാമയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട്, ഞാനൊരു മിസ് കോൾ അടിക്കും, ആ സമയം നീ എന്നെ കോൾ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞോളാം, അവളെ കൊണ്ട് തന്നെ ഞാൻ സത്യം പറയിപ്പിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയേക്കുന്നത്. അങ്ങനെ ചന്ദ്രമതി ഒന്നും അറിയാത്തതുപോലെ അവിടെ ചെന്നിരുന്നിട്ട് രേവതിയോട് കോഫി ചോദിക്കുന്നുണ്ട്. അങ്ങനെ രേവതി കോഫി എടുക്കാൻ പോകുന്ന സമയത്ത് ചന്ദ്രമതി ആണെങ്കിൽ ഭാമയ്ക്ക് മിസ് കോൾ അടിക്കുന്നുണ്ട് കേട്ടോ. മിസ് കോൾ കാണുമ്പോഴേക്കും ഭാമയ്ക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. ഇനി ഞാനിപ്പോ ഇവളോട് എന്താ സംസാരിക്കുക, മിസ് കോൾ വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭാമ കോള് തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയം വീട്ടിലെല്ലാവരും ഉണ്ടാവും, രവിയും സച്ചിയും സുധി ശ്രുതി വർഷ ശ്രീകാന്ത് എല്ലാവരും ഹോളിലുണ്ട് കേട്ടോ. അങ്ങനെ ഭാമ കോൾ ചെയ്യുന്ന സമയത്ത് ഭാമയ്ക്ക് ഒന്നും സംസാരിക്കാനില്ല, കാരണം ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. എന്നാൽ ഭാമ മറുപടി പറയുന്നത് പോലെ തന്നെ ചന്ദ്രമതി അതിന് മറുപടി കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ചന്ദ്ര വിളിക്കുമ്പോ, എന്താ ഭാമേ, എന്താ നിന്റെ വീട്ടിൽ നിന്ന് 2 ലക്ഷം രൂപ കാണാതെ പോയെന്നോ? അതും അലമാരിയിലെ മറ്റുള്ള സ്വർണങ്ങളെല്ലാം ഉണ്ട്, ആ പണം മാത്രം മോഷണം പോയെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട്, അതെന്താ ഞാൻ ഇത്രയും നേരം നിന്റെ കൂടെ ഉണ്ടായിരുന്നതല്ലേ, പിന്നെ എങ്ങനെ പോവാനാണെന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ഭാമ, ചന്ദ്രേ നീ എന്നെ കൂടി ഇതിൽ പെടുത്തല്ലേ, ഞാൻ എന്ത് പറയാനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ ചന്ദ്രമതി പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഭാമേ നീ ഒന്ന് ഓർത്തു നോക്ക്, വീട്ടിലാരെങ്കിലും വന്നിരുന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ നമ്മുടെ രേവതിയുടെ പേരെടുത്തിട്ടാണ് കേട്ടോ. എന്ത് രേവതി വന്നോളൂന്നോ? അപ്പോ രേവതിയാണ് നിന്റെ പൈസ എടുത്തെന്നാണോ നീ സംശയിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുമ്പോഴേക്കും എല്ലാവരും അങ്ങ് ഷോക്ക് ആവുകയാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ രേവതി അങ്ങ് കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞിട്ട് വല്ലാണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്.
ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ സച്ചിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. സച്ചിക്ക് അറിയാം ഇവരറിഞ്ഞുകൊണ്ട് രേവതിക്കിട്ട് പണി വെക്കുന്നതാണെന്നേ. അങ്ങനെ സച്ചി പോയിട്ട് ഫോണങ്ങ് ഭാമയുടെ ഫോണാണല്ലോ, അങ്ങനെ പോയി ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് അങ്ങ് തട്ടിപ്പറിക്കുകയാണ്. ഈ സമയം നമ്മുടെ ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ് കേട്ടോ. കാരണം പണം പോയതിന് പിന്നിൽ സച്ചി അന്വേഷിച്ചിറങ്ങിയാൽ ശ്രുതിക്ക് പിടി വീഴുമെന്നുള്ളത് ശ്രുതിക്ക് അറിയാം. അങ്ങനെ ഈശ്വര, ഇനി ഭാമേൻ്റെ എൻ്റെ പേരെങ്ങാനും പറയുമോ ഞാൻ അവിടെ ചെന്നിരുന്നെന്ന്, എന്തായാലും ഇനി എന്താവും എന്നൊക്കെ ഓർത്തിട്ട് ശ്രുതി ഇങ്ങനെ ആകെ ടെൻഷൻ അടിച്ച് വെക്കുകയാണ്. അങ്ങനെ സച്ചി ഭാമയോട് വിളിച്ചിട്ട് വയ്ക്കുന്നുണ്ട്, ഭാമേൻ്റെ നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? സച്ചി ഫോൺ എടുത്തപ്പോൾ തന്നെ ഭാമയ്ക്ക് ആകെ അങ്ങ് വെപ്രാളമായി. ഭാമ പതുക്കെ പറയുന്നുണ്ട്, സച്ചി വീട്ടിലുണ്ടായിരുന്ന പണം കാണുന്നില്ലെന്നേ. അതിന് ഭാമേൻ്റെ നിങ്ങൾ ഉടനെ രേവതിനെയാണോ സംശയിക്കുന്നത്? രേവതി പണം എടുത്തിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിലേ, അല്ല നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു പോയെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ചെയ്യണം. അതിനുടനെ രേവതിനെയാണോ പറയുന്നത്? എന്റെ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ലെന്ന് ഭാമ ആന്റിക്കും അറിയാവുന്നല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയാണെങ്കിൽ ഭാമേനെ നന്നായിട്ട് അങ്ങ് ഷൗട്ട് ചെയ്യാണ് കേട്ടോ. അങ്ങനെ ഭാമയ്ക്ക് തിരിച്ച് മറുപടി ഒന്നും പറയാനില്ല. ഭാമേന്റെ ഒരു കാര്യം ചെയ്യും, ഭാമ ആന്റി കൂടെ സ്റ്റേഷനിലേക്ക് ഞങ്ങളും വരാം, നമുക്ക് പോയി സ്റ്റേഷനിൽ കൊടുക്കാമെന്നും പക്ക പറഞ്ഞിട്ട് സച്ചി ഫോൺ കട്ട് ചെയ്യാണ് കേട്ടോ. ഈ സമയം നമ്മുടെ ശ്രുതിക്കും ഒപ്പം ചന്ദ്രമതിക്കും ആകെ ടെൻഷൻ ആവുകയാണ്. കാരണം സ്റ്റേഷനിൽ പോയ നമ്മുടെ ചന്ദ്രമതിയുടെയും കള്ളത്തരങ്ങളെല്ലാം പുറത്തു വരുമല്ലോ. അങ്ങനെ രേവതി ആണെങ്കിൽ ഇതോടെ കേട്ടിട്ട് അങ്ങ് പൊട്ടി കരയാണ്. കാരണം ഓൾറെഡി നമ്മുടെ ശരത്തിന്റെ കേസ് എല്ലാം അറിഞ്ഞ് എല്ലാവരുടെയും മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയിലാണ് നമ്മുടെ രേവതി ഉള്ളത്. ഇപ്പോൾ തന്നെ കൂടി കള്ളിയാക്കിയിരിക്കുന്നു എന്ന് ഓർത്തിട്ട് രേവതി അങ്ങ് കരയാണ്. അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ, എന്താ ഭാമേന്റി പറഞ്ഞത്? സച്ചി പറയുന്നുണ്ട്, എടാ ഭാമ ആന്റി പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല, ഇതെല്ലാം ഇവര് തന്നെ അങ്ങോട്ട് പറഞ്ഞതാണെന്നാ എനിക്ക് തോന്നുന്നതെന്ന് പറയുകയാണെ. ഈ സമയം രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രേ നീ എന്തൊക്കെയായി പറയുന്നത്? അല്ല, ഭാമ എന്നോട് പറഞ്ഞത് ഇവള് മാത്രമേ അങ്ങോട്ടേക്ക് പോയിട്ടുള്ളൂ, ഇവളാണ് അലമാരിയിൽ തുണിയെല്ലാം മടക്കി വെച്ചതെന്നാ, പിന്നെ കാശ് പോയെങ്കിൽ പിന്നെ ഇവളല്ലാതെ മറ്റാരെടുക്കാനാന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്കും രേവതി അങ്ങ് കരയാണ്. രവി പറയുന്നുണ്ട്, മോളെ നീ കരയാതെന്നേ. വർഷ ചോദിക്കുന്നുണ്ട്, പിന്നെ കരയാതിരിക്കാൻ വേണ്ടിയിട്ട് എന്താ അങ്കിൾ ചെയ്യേണ്ടത്? ചെയ്യാത്ത തെറ്റ് ഒരാളുടെ തലയിൽ കെട്ടിവെക്കുമ്പോൾ ആർക്കാണെങ്കിലും വിഷമം വരില്ല എന്നൊക്കെ ചോദിച്ചിട്ട് വർഷയും ചൂടാവുന്നുണ്ട്. രേവതി വീണ്ടും ഇങ്ങനെ കരഞ്ഞിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല അച്ഛാ, അത് ഭാമേന്റിയുടെ പൈസ ഞാൻ എന്തിനാ അച്ഛാ എടുക്കുന്നതെന്ന് ചോദിക്കുകയാണെ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ചന്ദ്രേ നീ ആവശ്യമില്ലാത്തത് വായിൽ വന്നത് വിളിച്ച് പറയില്ലേ, രേവതി മോള് ഒരിക്കലും അങ്ങനെ ചെയ്യില്ലല്ലോ, അവക്കതിന്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്ര പറയുന്നുണ്ട്, അതെ രവിയേട്ടാ ഞാനല്ലല്ലോ പറഞ്ഞത്, ഇപ്പോ ഭാമ സംശയിച്ചതിനകത്തും തെറ്റൊന്നും ഇല്ലല്ലോ. ഇവളുടെ അനിയനാണെങ്കിൽ എന്റെ പണം തട്ടിപ്പറിച്ചുകൊണ്ട് പോയത് ഇപ്പൊ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ അവളെ സംശയിക്കുന്നതിനകത്ത് വേറെന്താ തെറ്റ്? ഇവളുടെ കുടുംബം മുഴുവൻ കള്ള കുടുംബം അല്ലേ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും നമ്മുടെ സച്ചിക്ക് അങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. സച്ചി അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ അങ്ങനെ പറയുകയാണെങ്കിൽ ഈ വീട്ടിലുള്ളവരാരും മോഷണം ചെയ്തിട്ടില്ലേ? ദേ ഈ നിൽക്കുന്നവൻ നാട്ടുകാരുടെ മൊത്തം മുമ്പിൽ വെച്ചിട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് വിവാഹത്തിന് അച്ഛൻ്റെ 50 ലക്ഷം രൂപയും മോഷ്ടിച്ചുകൊണ്ട് നാട് വിട്ടവനാണ് ഇവൻ കള്ളനല്ലേ? ദേ എൻ്റെ രേവതിയുടെ സ്വർണം മുഴുവൻ എടുത്തിട്ട് മുക്കുവണ്ടമാക്കിയ സ്വന്തം മോന് വേണ്ടിയിട്ട് കൊടുത്ത ഈ അമ്മയും ഈ മോനും കള്ളന്മാരല്ലേ? എന്നിട്ട് ഈ വീട്ടിലുള്ളവരാരും കള്ളത്തരങ്ങൾ ചെയ്തിട്ടില്ലേ? എന്നിട്ട് എന്തിനാണ് രേവതിയുടെ കുടുംബത്തിനെ കുറ്റം പറയുന്നതെന്നൊക്കെ ചോദിക്കുകയാണെ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്കും ചന്ദ്രമതിക്കും ആകെ അങ്ങ് വല്ലാതെ ആവുന്നുണ്ട്. ഇതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ വർഷയും സംസാരിക്കുന്നുണ്ട് കേട്ടോ. അത് ശരിയാണല്ലോ ആന്റി, ആവശ്യമില്ലാതെ ഒരാൾ ചെയ്യാത്ത തെറ്റ് മറ്റൊരാളുടെ തലയിൽ കെട്ടിവെക്കല്ലേ, അത് ഒരിക്കലും ശരിയല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതിക്കിട്ട് വർഷ നന്നായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയം ശ്രീകാന്തും പറയുന്നുണ്ട്, അതേ അമ്മേ, എന്തായാലും ആ വീട്ടില് എത്രയോ പേര് വന്നു പോകുന്നുണ്ടായിരിക്കും, പിന്നെ അവരെ ഒന്നും സംശയിക്കാതെ അമ്മ എന്തിനാണ് രേവതി ചേച്ചീനെ കുറ്റം പറയുന്നതെന്നേ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, അതെ വരുന്നവരാരും ഉള്ളിൽ കയറിയിട്ട് മോഷ്ടിക്കാനൊന്നും പോകുന്നില്ലെന്നേ. അപ്പോഴേക്ക് സച്ചി അങ്ങ് ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ കേട്ടില്ലേ അവര് പറയുന്നത്, ദേ മതി നിർത്തിക്കോളാൻ പറയാനേ. അപ്പോഴേക്ക് ശ്രീകാന്ത് പറയുന്നുണ്ട്, അത് കൊള്ളാവില്ല അമ്മേ, ബാക്കിയുള്ളവരെ മുഴുവൻ അമ്മയ്ക്ക് വിശ്വാസമുണ്ട്, രേവതി ചേച്ചീനെ വിശ്വാസം ഇല്ലല്ലേന്നേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എടാ അതാണ് നിന്റെ അമ്മയുടെ ഏറ്റവും വലിയൊരു ഗുണം, ഈ ലോകത്ത് മറ്റാരെ വിശ്വസിച്ചാലും രേവതിനെ അവൾക്ക് വിശ്വാസമില്ല.
ദേ ചന്ദ്രെ, രേവതിനെ നിനക്ക് ഇഷ്ടമില്ലെന്ന് കരുതിയിട്ട് വായിത്തൊന്ന് എന്തു പറയാന്ന് വിചാരിക്കില്ലെന്ന് പറയണേ. അപ്പോഴേക്കും ഭാമയാണെങ്കിൽ മൊത്തത്തിൽ അങ്ങ് പ്ലാൻ മാറ്റുവാണ്. ദേഷ്യഭാവമൊക്കെ മാറ്റിയിട്ട് ഭയങ്കര ഒരു സെന്റിമെന്റൽ ആവുകയാണ് കേട്ടോ. ദേ രവിയേട്ടാ, ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടുള്ളതല്ല. എനിക്ക് ഇവളെക്കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കിട്ടാൻ വേണ്ടിയിട്ടാ? ദേ ഇപ്പൊ ഭാമയാണ് വിളിച്ച് പറഞ്ഞത് അവളുടെ വീട്ടിലെ പണം കാണാനില്ലെന്ന്. ഞാനും ഭാമയും തമ്മിൽ ഇന്നും ഇന്നലെയും തുടങ്ങിയ ബന്ധമല്ല, 30 വർഷമായിട്ടുള്ള ബന്ധമാണ്. ഞാൻ ഇനി അവളുടെ മുഖത്ത് എങ്ങനെയാ നോക്കുക? ദേ നോക്ക് രവിയേട്ടാ, അവളെങ്ങാണം ആ പൈസ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങ് തിരിച്ചു കൊടുത്തേക്കാൻ പറഞ്ഞേക്കെന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കഴിയുന്നത് പോലെയൊക്കെ ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഈ സമയം രേവതി അങ്ങ് കരയാണ് കേട്ടോ. അച്ഛാ ഞാൻ എടുത്തിട്ടില്ല അച്ഛാ എന്നും പറഞ്ഞിട്ട്. അപ്പോഴേക്കും സച്ചി രേവതിയുടെ അടുത്ത് എന്നിട്ട് ഇങ്ങനെ രേവതിയെ സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രേ എന്ത് തരാൻ വേണ്ടിയിട്ടാ അവളോട് പറയുന്നത്? ദേ രേവതി മോള്, നീ പറഞ്ഞ ഒരു വാക്കിന്റെ പുറത്ത് അവളുടെ സ്വർണം മുഴുവൻ ഊരി നിന്റെയിൽ തന്നവളാണ്. സച്ചി മേടിച്ചു കൊടുത്തിട്ടല്ലാതെ ഒരു തരി സ്വർണ്ണം ഇടില്ലെന്ന് കരുതിയിട്ട് താലിമാല പോലും അവൾ നിന്റെ കയ്യിൽ ഊരി തന്നു. ആ അവളെ കുറിച്ചിട്ടാണോ നീ ഇങ്ങനെ പറയുന്നത്? പോട്ടെ, അത് മുഴുവൻ എടുത്തുകൊണ്ട് പോയി നീയും നിന്റെ മോനും കൂടി എടുത്തുകൊണ്ട് പോയി വിറ്റിട്ടും അവൾ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ആ രേവതിയെക്കുറിച്ച് നിനക്ക് എങ്ങനെ പറയാൻ തോന്നുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് രവി ഇങ്ങനെ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ചന്ദ്രമതിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ കരയുകയാണ്. എന്തായാലും സച്ചിയേട്ടാ, രവിയേട്ടാ, അവൾ പോയതിൽ പിന്നെയാണ് ഭാമിയുടെ പണം കാണാതെ പോയിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഉത്തരവാദിത്തം സച്ചിയും രേവതിയും കൂടി തന്നെ ഏറ്റെടുക്കണമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കാര്യം. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രൻ അവരെന്തിനാണ് ആ പണത്തിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? അവരതിന് ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ എന്താ ചെയ്യുക, പാവം ഭാമ, ഇനി എന്നെ വിശ്വസിക്കുക അവളെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരയുന്നത് പോലെ കാണിക്കുകയാണല്ലോ. അപ്പോഴേക്കും ശ്രുതി അടുത്ത് എന്നിട്ട് അമ്മ കരയാതിരിക്കുന്നു പറയണേ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ വീണ്ടും ഇങ്ങനെ കരച്ചിൽ നാടകം തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ദേ നോക്ക് രവിയേട്ടാ, ഇവിടെ മറ്റ് 2 വീട്ടിലെ മരുമക്കളുണ്ട്, വലിയ പണക്കാർ വീട്ടിൽ നിന്ന് വന്നവര്. അവരെ കൊണ്ട് ഇന്ന് വരെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ദേ ഇവളെ കൊണ്ടാണ് ഞാൻ നാടും വീടും മുഴുവൻ നാണം കെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇനി എങ്ങനെ ഭാമയുടെ മുഖത്ത് നോക്കും ഇനി രവിയേട്ടാന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി ഇങ്ങനെ കരയാട്ടോ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ അച്ഛാ, ഇവരുടെ ശരിക്കും അങ്ങനെ ഒരു പണം ഉണ്ടോയെന്ന് പോലും അറിയില്ല. എന്തായാലും ഞങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമില്ല. അതാണ് ഇവർ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നതെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴാണ് നമ്മുടെ രവിക്കും അത് ഓർക്കുന്നത് കേട്ടോ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ശരിയാണല്ലോ ചന്ദ്രൻ, ഇവർ വീട് വിട്ട് പോവാൻ പറഞ്ഞിട്ട് പോയില്ല. ഇനി സച്ചിയും രേവതിയും ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനായിട്ട് നീ പുതിയ നാടകം കളിക്കുവാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ അതൊന്നുമല്ല രവിയേട്ടാ, പണം കാണാതെ പോയപ്പോൾ പണത്തിൻ്റെ ഉടമയല്ല ചോദിച്ചിരിക്കുന്നത്, അല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എന്തായാലും ചന്ദ്രൻ നിന്റെ മനസ്സിലിരിപ്പ് നടക്കാൻ പോകുന്നില്ല. എൻ്റെ ജീവനുള്ളിടത്തോളം കാലം ഈ സച്ചിയും രേവതിയും ഈ വീട്ടിൽ തന്നെ കാണും, അല്ലെങ്കിൽ അതിന് ഞാൻ ചാവണമെന്ന് പറയുക കേട്ടോ. കേൾക്കുമ്പോഴേക്കും സച്ചി വന്നിട്ട്, അച്ഛൻ എന്തൊക്കെയാ പറയുന്നത്? അതെ, എന്തായാലും രേവതി നീ വിഷമിക്കണ്ട, അച്ഛനെ വിഷമിക്കണ്ട. ഇവിടുന്ന് ഈ വീട്ടിൽ നിന്ന് ആരും എങ്ങും പോവാനും പോകുന്നില്ല. പിന്നെ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്നും പറഞ്ഞ് രേവതിയും കൂട്ടിയിട്ട് സച്ചി അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്ക് ശ്രുതിക്ക് ആകെ അങ്ങ് ടെൻഷൻ ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്. കാരണം കേസ് നമ്മുടെ സച്ചിയാണല്ലോ ഏറ്റെടുത്തിരിക്കുന്നത്. അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ ആകെ എന്തോ പറ്റിയതുപോലെ ഇരിക്കുകയാണ്. കാരണം തനിക്ക് കിട്ടുമെന്ന് വിചാരിച്ച ആ പണവും പോയി, എല്ലാവരുടെയും മുമ്പിൽ താൻ മോശക്കാരിയായി. ഇനി സച്ചിയും രേവതിയെയും കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാനും പോകുന്നില്ല. അവരുടനെ എങ്ങും ആ വീട്ടിൽ നിന്ന് പോകാനും പോകുന്നില്ലെന്നുള്ള വിഷമത്തിൽ ചന്ദ്രമതി ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ സച്ചിയുടെ അടുത്ത് നിന്നിട്ട് രേവതി ഭയങ്കര കരച്ചിലാണ് കേട്ടോ. സച്ചി എന്തൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ടെങ്കിലും രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, ആര് ചെയ്താലും നിങ്ങളുടെ അമ്മ എന്തിനാണ് എന്നെ കുറ്റപ്പെടുത്തുന്നത്? രേവതി, നിനക്ക് അവരെ കുറിച്ച് അറിയാവുന്നതല്ലേ, പിന്നെ അവരെന്തെങ്കിലും പറഞ്ഞെന്നും പറഞ്ഞ് നീ ഇത്ര വിഷമിക്കാനുണ്ടോ എന്ന് ചോദിക്കുകയാണേ. എന്നാൽ രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടാ, എന്നാലും എനിക്ക് എന്താണ് ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കുന്നത്? ഈ ലോകത്തുള്ളവര് എത്രയോ കോടിക്കണക്കിന് പണം മോഷ്ടിച്ച് നടക്കുന്നു, അവർക്കൊന്നും യാതൊരു പ്രശ്നവുമില്ല. എന്നാൽ ഞാൻ സത്യസന്ധമായിട്ട് ജീവിക്കുമല്ലേ സച്ചിയേട്ടാ. ഒരു പൂവിന് പോലും കൂടുതലായിട്ടുള്ള ഒരു വില ഞാൻ എടുക്കാറില്ല. സത്യസന്ധമായിട്ട് നേർമയിൽ ആയിട്ട്
സമ്പാദിച്ച പൈസ മാത്രമേ നമ്മുടെ ശരീരത്തെ പിടിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിക്കൊണ്ടുവന്നത്. ആ രീതിയിലാണ് ഞാൻ ജീവിക്കുന്നത്. എന്നിട്ടും എന്താ സച്ചിയേട്ടാ എനിക്കിങ്ങനെ വരുന്നതെന്നും പറഞ്ഞിട്ട് രേവതി വീണ്ടും കരയുന്നുണ്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, രേവതി നിന്നെക്കുറിച്ചുള്ള കാര്യങ്ങൾ നീ എനിക്ക് വിശദീകരിച്ച് തരണോ? നിന്നേക്കാളും നന്നായിട്ട് എനിക്ക് നിന്നെ അറിയാം. പിന്നെ എന്തായാലും അവർ പറയുന്നത് പറയട്ടെ. പിന്നെ രേവതി, ഈ നാട് അങ്ങനെയാണ്. മോഷണം കാണിക്കുവോ കള്ളത്തരം കാണിക്കുവോ ചെയ്യുന്നവരെ ആരും ചോദ്യം ചെയ്യില്ല. സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നങ്ങളെ വന്നുകൊണ്ടേയിരിക്കും. എന്തായാലും അതൊന്നും മൈൻഡ് വെക്കാതെ അതിനെ തരണം ചെയ്ത് ധൈര്യമായിട്ട് മുമ്പോട്ട് പോവാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന്. എന്നാലും രേവതിക്കൊരു സമാധാനം അങ്ങോട്ടാവുന്നില്ല. എന്നാലും സച്ചിയേട്ടാ ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ചോദിച്ചിട്ട് കരയാണ്. സച്ചിയേട്ടാ ഇപ്പോൾ അമ്മ വരെ എന്നെ കള്ളിയാക്കിയില്ലേ? ഈ കാര്യങ്ങൾ വല്ലതും പുറത്തറിഞ്ഞ എന്താവും എൻ്റെ അവസ്ഥ? ഞാൻ ആളുകളുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? പൂകെടുക്കാൻ ഓരോ വീടിന്റെ വാതിക്കല് ഞാൻ എങ്ങനെ ചെല്ലും? എന്നോട് എല്ലാവർക്കും വിശ്വാസം കൊണ്ട് പൂജാമുറിയിൽ വരെ പൂ കയറ്റി വെപ്പിക്കുന്നത് എന്നെ കൊണ്ടാണ്. എന്നാൽ ഇതെൻ്റെ അമ്മയുടെ വായിൽ നിന്ന് പുറന്നറിഞ്ഞ എന്നെ ഇനി ആളുകളെ ഏത് കണ്ണിലായിരിക്കും നോക്കുക? എന്തായാലും സച്ചിയേട്ടാ എനിക്ക് ഒന്നും ഓർക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് രേവതി വീണ്ടും കരയാണല്ലോ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, രേവതി എന്തായാലും നീ അമ്മ പറഞ്ഞെന്നും പറഞ്ഞ് ആരാ ഇതൊക്കെ വിശ്വസിക്കാൻ പോകുന്നത്? പിന്നെ നിനക്കിപ്പോൾ ഒരുപാട് വിഷമമാണെങ്കിൽ കുറച്ച് ദിവസം നീ പോയി നിന്റെ അമ്മയുടെ അടുത്ത് നിന്നോളാൻ പറയാണേ. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറയാണോ? അതല്ല രേവതി ഞാൻ പറഞ്ഞത്. നീ ഇവിടെ നിന്ന വീണ്ടും വീണ്ടും അമ്മ ഓരോന്ന് പറഞ്ഞ് കുത്തി നോവിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ നിനക്കത് വിഷമാവുമെന്ന് ഓർത്തിട്ടാണെന്നേ. അല്ല സച്ചിയേട്ടാ, ഞാൻ ഇവിടെ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും അമ്മ പറയും ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ടാണ് പോയതെന്ന്. തന്നെയല്ല ഈ കാര്യം വീട്ടിൽ അമ്മ അറിഞ്ഞ അമ്മയ്ക്കതോ ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. ഓൾറെഡി ശരത്തിന്റെ കാര്യം അറിഞ്ഞിട്ട് ആകെ വിഷമിച്ചിരിക്കല്ലേനെ. അപ്പോഴേക്ക് സച്ചി പറയുന്നുണ്ട്, ശരിയാ രേവതി, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. എന്തായാലും നമ്മുടെ പ്രശ്നം നമ്മളെ കൊണ്ട് പോട്ടെ എന്ന് പറയാനേ. എന്നാലും സച്ചിയേട്ടാ, ഭാമി ആന്റി എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞല്ലോ. ഭാമി ആന്റിക്ക് എന്നോട് ഭയങ്കര സ്നേഹവും ഇഷ്ടവും ഒക്കെ ആയിരുന്നില്ലേ? പിന്നെന്താ ഭാമി ആന്റി അങ്ങനെ പറഞ്ഞെന്നും പറഞ്ഞ് രേവതി വീണ്ടും വിഷമിക്കുകയാണ്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അത് തന്നെയാണ് രേവതി എനിക്കും സംശയം. എന്തായാലും ഭാമി ആന്റി ഒരിക്കലും ഒരാളുടെയും മനസ്സ് നോവിക്കില്ല, പ്രത്യേകിച്ച് നിന്റെ. നീ ഒരു കാര്യം ശ്രദ്ധിച്ചിരുന്നോ? ഇതെല്ലാം ഭാമി ആന്റി ഇങ്ങോട്ട് പറഞ്ഞതല്ല, അമ്മ തന്നെ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിന് ആൻസർ പറയുമായിരുന്നു. അപ്പോൾ നിന്നിലേക്ക് ഈ പ്രശ്നം തിരിച്ചുവിട്ടത് അമ്മ തന്നെയാണെന്ന് എനിക്ക് അന്നേരം സംശയം തോന്നിയിരുന്നു. അപ്പോഴേക്ക് രേവതി ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഭാമി ആന്റി എന്നെ സംശയിക്കുന്നില്ലെന്നാണോ? രേവതി, എന്തായാലും ഭാമി ആന്റിക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അത് നിന്നോട് വിളിച്ചിട്ട് ആ പണം കണ്ടിരുന്നോ, എന്തായാലും നീ എടുത്തിരുന്നോ എന്നൊന്നും ചോദിക്കില്ല. നിന്നോട് വിളിച്ച് തന്നെ അതിനെക്കുറിച്ച് അന്വേഷിച്ചേനെ. ഇതിപ്പോ അമ്മ തന്നെ ഈ പ്രശ്നം നിന്നിലേക്ക് കൊണ്ടുവന്നെന്നാ എനിക്ക് തോന്നുന്നതെന്ന് ഇങ്ങനെ സച്ചി പറയുന്നുണ്ട്. എന്നാൽ സച്ചി വീണ്ടും പറയുന്നുണ്ട്, അതെ എന്തായാലും രേവതി ഇതിനകത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. എന്തായാലും ശരത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നതല്ലേ ഉള്ളൂ. അപ്പോൾ അമ്മ നിനക്കെതിരെ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നതാണെങ്കിലോ? എന്തായാലും ഇതിന്റെ സത്യാവസ്ഥ ഞാൻ തിരിച്ചറിയും. കാരണം നിന്റെ പേരിൽ അങ്ങനെ ആരെയും പഴിയിടാനായിട്ട് ഞാൻ സമ്മതിക്കില്ല. ഞാൻ ഭാമി ആന്റിയെ തന്നെ നേരിട്ട് പോയി കണ്ടിട്ട് സത്യാവസ്ഥ എന്താണെന്ന് അറിയട്ടെ. നീ സമാധാനമായിട്ടിരിക്കുന്നും പറഞ്ഞ് രേവതിയെ സമാധാനിപ്പിച്ചിട്ട് സച്ചി നേരെ പോകുന്നത് ഭാമയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ സച്ചിയാണെങ്കിൽ ചെല്ലുമ്പോൾ തന്നെ ഭാമ സച്ചിയെ കാണുമ്പോൾ ആകെ അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. അപ്പോഴേക്കും ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ സച്ചിയോന്ന് ചോദിക്കുമ്പോൾ സച്ചി വയ്ക്കുന്നുണ്ട്, അതെന്താ ഭാമി ആന്റി എന്നെ ഇങ്ങനെ കണ്ടിട്ട് നിൽക്കുന്നത്? അല്ല ഒന്നുമില്ല. എന്താ ഭാമി ആന്റി എന്നെ ഉള്ളിലേക്ക് വിളിക്കുന്നില്ലെന്ന് ചോദിക്കുന്നത്? അല്ല ഞാനിപ്പോൾ സച്ചിനെ അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. എന്തായാലും കയറി വാ സച്ചി എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണേ. ഭാമി ആന്റി എന്നെ ചെറുപ്പം മുതലേ കാണുന്നതല്ലേ, പിന്നെന്താ ഭാമി ആന്റിക്ക് ഒരു ടെൻഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ല സച്ചി, ഞാനിപ്പോൾ സച്ചിനെ ഇവിടെ പ്രതീക്ഷിച്ചില്ലല്ലോ. അതാ ഇരിക്കെ ഞാൻ പോയി ചായ എടുത്തിട്ട് വരാമെന്നും പറഞ്ഞിട്ട് ഭാമി പെട്ടെന്ന് അവിടെ നിന്ന് പോവാണേ. അപ്പോഴേക്ക് സച്ചി, അല്ല ഭാമി ആന്റി ഇവിടെ ഇരിക്കെ, പിന്നെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയല്ലേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ നടന്നെന്ന് ഭാമി ആന്റിക്ക് അറിയാമല്ലോ. അവിടെ രേവതിയാണെങ്കിൽ ഒരുപാട് കരച്ചിലോട് തന്നെ കരച്ചിലാണ്. എന്ത് പറഞ്ഞിട്ടാണ് എനിക്ക് അവളെ സമാധാനിപ്പിക്കേണ്ടതെന്ന് കൂടി അറിയില്ല. ഭാമ ഇപ്പം പറയുന്നുണ്ട്, അതൊക്കെ എല്ലാ പ്രശ്നങ്ങളും സമയമാകുമ്പോൾ തീർന്നോളും സച്ചിനെ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അതങ്ങനെയൊന്നും തീരത്തില്ല ഭാമ ആന്റി, അത് നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് വേണ്ടത്. എന്തായാലും ഭാമ ആന്റി രേവതി അങ്ങനെ ചെയ്യുമെന്ന് ഭാമ ആന്റിക്ക് തോന്നുന്നുണ്ടോ? രേവതിനെ ഇന്നും ഇന്നലെയും കാണാൻ തുടങ്ങിയതാണോ?
അവൾക്ക് എന്തൊക്കെ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും അവൾ ആരോടും പറയാറില്ല. പ്രത്യേകിച്ച് എനിക്ക് വിഷമമാവെന്ന് ഓർത്തിട്ട് എന്നോട് പോലും പറയാറില്ല. ആ രേവതി ഈ വീട്ടിൽ നിന്ന് പണം മോഷ്ടിക്കുമെന്ന് ഭാമ ആൻറ്റിക്ക് തോന്നുന്നുണ്ടോ? എൻ്റെ അമ്മ പറഞ്ഞെങ്കിൽ അത് രേവതിക്ക് വിഷമമില്ല. എന്നാൽ ഭാമ ആൻറ്റി പറഞ്ഞല്ലോ എന്ന് ഓർത്തിട്ടാണ് അവൾ വീണ്ടും വീണ്ടും വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഭാമ ആൻറ്റിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എനിക്ക് അവളുടെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ വയ്യില്ല. എന്താ ഭാമ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ ഭാമയും അങ്ങ് കരയാണ് വിഷമം വന്നിട്ട്. ഈ സമയം സച്ചി പറയുന്നുണ്ട്, ആൻറ്റി എന്തിനാ കരയുന്നത്? ഓൾറെഡി രേവതി അവിടെ ഇരുന്ന് കരയുന്നുണ്ട്. ആരെങ്കിലും ഒരാൾ കരഞ്ഞാൽ പോരെ? പിന്നെ എന്തായാലും ആൻറ്റിക്ക് എന്താ അവളെ സംശയം തോന്നിയത്? ഈ വീട്ടില് പൗഡർ ഇട്ടത്തി എത്രയോ തവണ വന്നു പോകുന്നു, വർഷയും വരാറല്ലേ? പിന്നെ അതുപോലെയല്ലേ രേവതിയും വരുന്നത്? ഓ, അത് ശരിയാണല്ലോ, അവർ രണ്ടുപേരും കാശുള്ളിടത്തല്ലേ. എൻ്റെ രേവതി ഒന്നുമില്ലാത്തടത്തെ ആയതുകൊണ്ട് അവള് പണം മോഷ്ടിച്ചെന്നാണോ പറയുന്നതെന്ന് ചോദിക്കാനേ. അപ്പോഴേക്ക് എന്തായാലും ആൻറ്റി എൻ്റെ അമ്മയെ പോലെ ചിന്തിച്ചു കളഞ്ഞല്ലോ എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട്, അയ്യോ സച്ചി അങ്ങനെയൊന്നും പറയല്ലേ സച്ചി, ഞാൻ ഒരിക്കലും പണം നോക്കിയിട്ട് ഒരാളെ സ്നേഹിക്കുന്ന ആളല്ലെന്ന് നിങ്ങൾക്കറിയാവുന്നതല്ലേ. ഞാൻ ഒരിക്കലും രേവതിയെ സംശയിച്ചിട്ടില്ല. രേവതി സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിക്കുന്നതാണെന്ന് എനിക്കറിയാന്ന് പറയാനേ. അപ്പോഴേക്കും സച്ചി വെക്കുന്നുണ്ട്, അല്ല ആൻറ്റിയല്ലേ അമ്മയോട് വിളിച്ചിട്ട് രേവതിയാണ് സംശയം എന്ന് പറഞ്ഞത്? സച്ചി അത് ഫോണിൽ എന്നിങ്ങനെ പറഞ്ഞിട്ട് ഭാമ ഇങ്ങനെ പരിഭ്രമിക്കുവാണേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, എന്തായാലും ആൻറ്റി അവളുടെ മേലില് ആൻറ്റി കുറ്റം വിട്ടല്ലോ. ആൻറ്റിനെ ഞാൻ ചെറുപ്പം മുതലേ കാണുന്നല്ലേ. എൻ്റെ അമ്മ മാറ്റി നിർത്തിയപ്പോഴും എന്നെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തിയത് ആൻറ്റിയാണ്. അതുപോലെ ഇഷ്ടമാണ് എനിക്കും രേവതിക്കും ആൻറ്റീനെ. ആൻറ്റി അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് അവൾക്ക് സഹിക്കാൻ വയ്യത്. ഇപ്പോൾ അവളെ തനിയെ വിട്ടിട്ട് വന്നത് തന്നെ എനിക്ക് ആകെ ടെൻഷനാണ്. കാരണം ആൻറ്റി അവളുടെ മേലിലൊരു മോഷണ കുറ്റമിട്ടെന്നും പറഞ്ഞ് അവൾ എന്തെങ്കിലും ചെയ്തു പോയാലോ എന്ന് കൂടി എനിക്ക് പേടിയാണെന്നേ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അയ്യോ സജി അങ്ങനെയൊന്നും പറയരുത്. ആൻറ്റി ഇപ്പൊ ഇങ്ങനെ പറയുന്നെങ്കിലും അമ്മയോട് അങ്ങനെയല്ല പറഞ്ഞത്. അമ്മയാണെങ്കിൽ വീട്ടിലിപ്പോ അത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇതിനൊരു പരിഹാരമേ ഉള്ളൂ. ആൻറ്റി ഒരു കാര്യം ചെയ്യും, ആൻറ്റി പോലീസിന് കോള് ചെയ്യും. അപ്പോ രേവതിയാണോ തെറ്റ് ചെയ്തോ ഇല്ലെന്ന് കണ്ടുപിടിക്കണമല്ലോ. പിന്നെ പോലീസുകാർ വന്ന് ചോദിക്കുമ്പോൾ ആൻറ്റിക്ക് സംശയമുള്ളവരെയൊക്കെ പറഞ്ഞു അവര് കേസ് തെളിയിക്കട്ടെ എന്ന് പറയാനേ. അപ്പോഴേക്കും ഭാമ ഇങ്ങനെ വീണ്ടും നിൽക്കുക. എന്തായാലും ആൻറ്റി പോലീസിന് കോൾ ചെയ്യുമെന്ന് പറയുമ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അയ്യോ സച്ചി പോലീസിനെ ഒന്നും വിളിക്കണ്ട. എന്തിനാ പോലീസിനെ വിളിക്കുന്നേ? ആൻറ്റിയുടെ പണം കാണാതെ പോയില്ലേ? ആൻറ്റിയുടെ മോനെ ആൻറ്റി ഒറ്റയ്ക്കേ ഉള്ളൂ ഇവിടെ. ആൻറ്റിയുടെ മോനെ ആൻറ്റിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അയച്ചു തന്ന പണമായിരിക്കും. എന്തായാലും രേവതി പണം എടുത്തിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പാണല്ലോ. അപ്പൊ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആൻറ്റിയുടെ പണം തിരികെയും കിട്ടുമല്ലോ. എന്തായാലും ആൻറ്റി വിളിക്കുന്നു പറയാനേ. അപ്പോൾ വേണ്ട സച്ചി, എന്തിനാ പോലീസ് ഒന്നും വേണ്ടെന്ന് പറയെങ്കിലും ആൻറ്റിക്ക് മടിയാണെങ്കിൽ ഞാൻ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ ഫോണ് എടുത്തിട്ട് കോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അയ്യോ സച്ചി വേണ്ട സച്ചി എന്ന് പറയുമ്പോൾ അതിനെന്തിനാ ആൻറ്റി പേടിക്കുന്നേ, ഞാൻ ഇപ്പൊ തന്നെ കോൾ ചെയ്യാന്ന് പറഞ്ഞിട്ട് വീണ്ടും വെക്കാണേ. അപ്പോഴേക്കും പെട്ടെന്ന് പോയിട്ട് ഭാമി അങ്ങ് ഫോണ് അയ്യോ സച്ചി വേണ്ട, ഞാൻ പറയാതെ എൻ്റെ പണം അല്ല എന്ന് പറയാണേ. അപ്പോഴേക്കും ഫോൺ അങ്ങ് താഴെ വെച്ചിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, ആൻറ്റിയുടെ പണം അല്ലെങ്കിൽ പിന്നെ അത് ആരുടെ പണമാണെന്നേ. അങ്ങനെ ഭാമയാണെങ്കിൽ നടന്ന കാര്യങ്ങളെല്ലാം സച്ചിയോട് അങ്ങ് പറയാണ് കേട്ടോ. കാരണം ശരത്തിനെ റിലീസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് വക്കീലിന്റെ കയ്യിൽ നിന്ന് 2 ലക്ഷം രൂപ ചന്ദ്രമതി വാങ്ങിയതാണ്. അത് ചന്ദ്രമതിയുടെ പണമാണെന്നും കൂടി ഭാമ സച്ചിയോട് പറയുന്നുണ്ട് കേട്ടോ. ഇത് കേട്ടിട്ട് സച്ചി ആകെ അങ്ങ് ഷോക്കാവുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ചുറ്റുമുള്ള എല്ലാവരും കൂടിയിട്ട് തെറ്റ് ചെയ്തിട്ട് എൻ്റെ ഭാര്യയുടെ തലയിൽ പഴിചാരാൻ ശ്രമിച്ചല്ലേന്നെ. അപ്പോഴേക്കും ഭാമ പറയുന്നുണ്ട്, അയ്യോ സച്ചി ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇതെല്ലാം ചെയ്തത് ചന്ദ്രയാണ്. ഞാൻ ചന്ദ്രയോട് പറഞ്ഞതാണ് രേവതി ഒരിക്കലും ആ പണം മോഷ്ടിക്കില്ല എന്ന്. ചന്ദ്ര തന്നെയാണ് പറഞ്ഞത് രേവതിയാണെന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. എനിക്ക് അപ്പോഴേ സംശയം തോന്നിയിരുന്നു അമ്മ എന്തുകൊണ്ടാണ് പെട്ടെന്ന് കേസ് പിൻവലിച്ചതെന്ന്. എന്തായാലും ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് സച്ചി അങ്ങ് തിരിഞ്ഞിറങ്ങുകയാണ്. അപ്പോഴേക്കും ഭാമ സച്ചി എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് തിരിഞ്ഞു നിന്നിട്ട് പറയുന്നുണ്ട്, സച്ചി 30 വർഷമായിട്ട് എൻ്റെ ഫ്രണ്ടാണ് ചന്ദ്രനെ. ആൻറ്റി എന്തായാലും പേടിക്കണ്ട, ആൻറ്റി പറഞ്ഞതായിട്ട് ഞാൻ പറയില്ല എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് അങ്ങ് ചെല്ലുന്നുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയതും സച്ചി ആദ്യം തന്നെ രവിയെ വിളിച്ചിട്ട് അച്ഛ എല്ലാവരെയും വിളിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ രവി ചന്ദ്രയെ വിളിക്കുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഓ ഇപ്പോഴാണ് ഞാനൊന്ന് അങ്ങോട്ടേക്കൊന്ന് ഉറങ്ങാനായിട്ട് പോയത്, ഇപ്പൊ എന്തിനാ രവിയേട്ടാന്ന്? അതെ സച്ചിക്ക് എന്തോ കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും ഹോളിലേക്ക് വിളിക്കാണ് കേട്ടോ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, അതെ
അച്ഛാ, എനിക്ക് ഇത്രയും നാള് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടില്ലായിരുന്നു. ഓരോരുത്തടുത്ത് ഓരോ കാര്യങ്ങൾ നടക്കുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന് വിചാരിച്ചാണ് ഞാനിരുന്നത്. ഇപ്പോൾ നമുക്ക് സംഭവിക്കുമ്പോഴാണ് ശരിയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് തിരിച്ചറിയുന്നതെന്നൊക്കെ ഇങ്ങനെ പറയണേ. അപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, രവിയേട്ടാ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് ഇവനെന്താ കഥ പറയുവാണോന്നേ. രവിയപ്പ പറയുന്നുണ്ട്, എടാ സച്ചി, നീ എന്താ കാര്യം എന്ന് വെച്ചാ പറയുന്നേ. അച്ഛാ, എനിക്കിപ്പോഴും ആ ഷോക്കിൽ നിന്ന് മാറാൻ പറ്റിയിട്ടില്ല. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ കഴിയുമെന്ന് പറയാനേ. അപ്പോഴേക്ക് സ്തുതി ചോദിക്കുന്നുണ്ട്, അതിനു വേണ്ടി നിനക്ക് എന്താടാ സംഭവിച്ചതെന്നേ. ഈ സമയം സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഭാമ ആന്റിയുടെ കയ്യിലുള്ള പണം എന്തിയെ എവിടെ പോയി എന്നുള്ളത് സത്യാവസ്ഥ അറിഞ്ഞിട്ടാണ് ഞാൻ വന്നതെന്നേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതി ആകെ അങ്ങ് ഷോക്കാവുകയാണ്. കാരണം ഇനി തൻ്റെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടുമോ എന്ന് ഓർത്തിട്ട് ശ്രുതി ആകെ ടെൻഷൻ അടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ശ്രുതി അപ്പോഴേക്കും പറയുന്നുണ്ട്, ആ പണം എടുത്തത് അവിടെ വന്നത് നിന്റെ ഭാര്യയാണെന്ന് അന്നേരം പറഞ്ഞല്ലേ, അത് പറഞ്ഞപ്പോൾ നിനക്ക് ദേഷ്യം വന്നില്ലേന്ന് ചോദിക്കണേ. അപ്പോഴേക്കും ശ്രീകാന്ത് വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടൻ എന്താ മിണ്ടാതിരിക്കുന്നത്, എന്താന്ന് വെച്ചാൽ കാര്യം പറ, ആരാ എടുത്തതെന്ന് ചോദിക്കുകയാണേ. രവിയും പറയുന്നുണ്ട്, എടാ നീ പറയടാന്നേ. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഞാനിപ്പോ പറയാൻ പോകുന്ന ആളുടെ പേര് കേട്ട എല്ലാവരും ഷോക്കിംഗ് ആവുമല്ലോ എന്ന് പറയുന്നുണ്ട്. എന്നാ ശ്രുതി പറയുന്നുണ്ട്, നീ കൂടുതൽ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ കാര്യം പറയടാന്നേ. അപ്പോഴേക്കും നമ്മൾ ഒരാളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന മര്യാദയും എല്ലാം ഇപ്പോൾ ഇവിടെ ഇടിഞ്ഞു വീഴുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞാൻ എങ്ങനെയാ പറയാന്ന് പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ നിൽക്കുകയാണല്ലോ. ഈ സമയം നമ്മുടെ ശ്രുതി ഇങ്ങനെ നിന്ന് വിറയ്ക്കുകയാണ് കേട്ടോ. തൻ്റെ പേര് ഇപ്പൊ പറയുമെന്ന് ഓർത്തിട്ടുള്ള റിയാക്ഷനൊക്കെ കാണിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, എടാ നീ എന്നെ ഇങ്ങനെ ടെൻഷൻ എടുപ്പിക്കാതെ ആരാന്ന് പറയടാന്നേ. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, ആ പണം എടുത്തത് മറ്റാരുമല്ല രേവതിയാണെന്നേ. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അങ്ങ് ഷോക്കാവുകയാണ് കേട്ടോ. ചന്ദ്രമതിക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട്, എന്താ നിങ്ങൾ പറയുന്നത്, രേവതിക്ക് കാര്യമൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അപ്പോഴേക്കും രവി ചോദിക്കുന്നുണ്ട്, എടാ നീ എന്താ ഈ പറയുന്നതെന്നേ. അതെ അച്ഛാ, ഞാൻ പറഞ്ഞില്ലേ ആരെയും വിശ്വസിക്കാൻ പാടില്ലെന്ന് ഈ ലോകത്ത്, അത് തന്നെയാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അപ്പോഴേക്കും രേവതി ഇങ്ങനെ കരഞ്ഞിട്ട് വീണ്ടും പറയുന്നുണ്ട്, അച്ഛാ, സച്ചേട്ടനെ ആരോ പറഞ്ഞു മനസ്സ് മാറ്റിയിരിക്കുന്നതാ, ഞാൻ എടുത്തിട്ടില്ല അച്ഛാ, ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് ചന്ദ്രമതി പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവളെ എടുത്തിരുന്ന്, എന്തായാലും അപ്പോൾ ആർക്കും വിശ്വാസമായില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. ഈ സമയം ശ്രീകാന്തം വന്നിട്ട് ഇരിക്കുന്നുണ്ട്, സച്ചിയേട്ടൻ എന്തൊക്കെയായി പറയുന്നത്, സച്ചിയേട്ടൻ രേവതി ചേച്ചീനെ ഇങ്ങനെ പറയുന്നോന്നേ. അപ്പോഴേക്ക് രേവതി വീണ്ടും ഇങ്ങനെ കരയാണ്, എനിക്ക് എന്താന്ന് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല, എല്ലാവരും ഇങ്ങനെ എന്നെ കളിയാക്കി ഞാനിപ്പോൾ ഒരു കോമാളിയായി പോവാണല്ലോ, എൻ്റെ ചങ്ക് തകർന്നു പോകുന്ന പോലെ തോന്നുവാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ. സച്ചി വീണ്ടും പറയുന്നുണ്ട്, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്ന്. രവി ചോദിക്കുന്നുണ്ട്, എടാ സച്ചി നീ എന്തൊക്കെയായി പറയുന്നതെന്നേ. അപ്പോഴേക്ക് ചന്ദ്രൻ പറയുന്നുണ്ട്, രവിയേട്ടാ ഇപ്പം മനസ്സിലായില്ലേ, ഇവനാണ് ഇവളെ തലയിൽ ഏറ്റി നടന്നിട്ട് അവന് ഇപ്പോഴാണ് സ്വബോധം വന്നതെന്നേ. രവി പറയുന്നുണ്ട്, ഇല്ല, ഞാനിതാ ആരൊക്കെ പറഞ്ഞാലും ഒരിക്കലും ഞാനിത് വിശ്വസിക്കില്ല എന്ന് തന്നെ രവി പറയുന്നുണ്ട്. രവി വീണ്ടും പറയുന്നുണ്ട്, എന്തായാലും രേവതി അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ജീവിക്കുന്നവളാണ്, അവൾ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, അങ്ങനത്തെ ഒരു പെണ്ണും അല്ലെന്നേ. അപ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അച്ഛാ, അവന്റെ ഭാര്യയെക്കുറിച്ച് അവൻ തന്നെ പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് അച്ഛൻ ന്യായീകരിക്കുന്നതെന്ന്. നിർത്തടാ, നിനക്കൊക്കെ അവളെക്കുറിച്ച് എന്ത് യോഗ്യതയാണ് പറയാനുള്ളതെന്ന് ചോദിച്ചിട്ട് ശ്രുതിയുടെ നേരെ രവി ഒരു പോക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. എന്നിട്ട് സച്ചിയോട് പറയുന്നുണ്ട്, എടാ സച്ചി, നീ ഭ്രാന്ത് പോലെ എന്തൊക്കെയോ ഇവിടെ ഇരുന്ന് വിളിച്ചു പറയരുത്. ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ എൻ്റെ ഭാര്യയെക്കുറിച്ച് ആവശ്യമില്ലാത്ത പറയുന്നത്, ഞാൻ സത്യം തന്നെയാണ് പറയാൻ പോകുന്നതെന്ന് പറയണേ. അപ്പോഴേക്കും ചന്ദ്രമതിയും പറയുന്നുണ്ട്, രവിയേട്ടാ അവനിപ്പോൾ കാര്യം മനസ്സിലായി, ഇവളുടെ കുടുംബം മൊത്തം മോഷ്ട കുടുംബമാണ്, ഇവളുടെ അനിയനും മോഷ്ടാവാണ്, പിന്നെ എന്തിനാണ് രവിയേട്ടൻ ഇങ്ങനെ ന്യായീകരിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ രവി പറയുന്നുണ്ട്, ചന്ദ്രൻ നീ നിർത്തിക്കോ, നിന്റെ വായ അടച്ചു വെച്ചോ, അതാണ് നിനക്ക് നല്ലതെന്നേ. അപ്പോഴേക്കും ശ്രീകാന്തും വർഷയും എല്ലാം പറയുന്നുണ്ട്, എന്തായാലും സച്ചേട്ടൻ നീ പറയുന്ന ഒന്നും ശരിയല്ല, രേവതി ചേച്ചി ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ സച്ചി അങ്ങനെ തന്നെ പറയാണ്, അച്ഛാ, അമ്മ ഇവളുടെ മേലിൽ പഴിചാരിയെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്, ഇപ്പോഴാണ് എനിക്ക് സത്യാവസ്ഥയെല്ലാം ബോധ്യമായതെന്നേ. എന്നാൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ,
അവൾ മോഷ്ടിക്കുന്ന ആളല്ലെന്ന് എനിക്കറിയാം, എന്നാൽ അവളുടെ സാഹചര്യം കൊണ്ടാണ് അവൾ അങ്ങനെ ചെയ്തതെന്നേ. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതിപ്പോൾ ഇവന് എന്താണ് പുതിയ കഥ ഇപ്പോൾ പറയുന്നത്, ഇനി എന്താണ് ഇവൻ്റെ ഉദ്ദേശമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞങ്ങൾക്കിപ്പോൾ ഒരു 5 ലക്ഷം രൂപ ഈ അടുത്ത് ചിലവായല്ലോ, ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ടാണ് ഇവള് അഭിമാനം ഒന്നും നോക്കാതെ ആ പണം മോഷ്ടിച്ചതെന്ന് പറയുകയാണേ. അപ്പോഴേക്കും രേവതി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. രേവതിയാണെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് സച്ചിയുടെ നേരെയും വരുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് എൻ്റെ അഭിമാനം തന്നെയാണ് വലുത്, ഞാൻ എന്തായാലും അങ്ങനെ ചെയ്യില്ല, നിങ്ങൾ എന്താ പറയുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്ക് ചന്ദ്രമതി വന്നിട്ട്, നീ എന്താടി ഒച്ച പൊങ്ങുന്നത്, ഇങ്ങോട്ടേക്ക് മാറി നിൽക്കടി എന്നും പറഞ്ഞിട്ട് രേവതിനെ വഴക്ക് പറയുകയാണേ. അപ്പോഴേക്കും രവി വന്നിട്ട് ചന്ദ്രനെ നന്നായിട്ട് പറയുന്നുണ്ട്, ചന്ദ്രൻ നീ ഒരക്ഷരം മിണ്ടരുത്, എന്തായാലും ആരൊക്കെ പറഞ്ഞാലും രേവതിയെ കുറിച്ചിട്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് തന്നെ ഉറച്ചു നിൽക്കുന്നുണ്ട്. രവിയാണെങ്കിൽ സച്ചിയോട് പറയുന്നുണ്ട്, സച്ചി നീ എന്തൊക്കെയോ വിളിച്ചു പറയുന്നു, നീ പറയുന്നത് സൂക്ഷിച്ച് ചിന്തിച്ച് വേണമെന്നേ. ഇല്ലച്ചാ, ഞാൻ സത്യം എല്ലാം അറിഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഭാമയാൻറ്റിയുടെ വീട്ടിൽ ചെന്നിട്ട് ഭാമയാൻറ്റിയോടും മാപ്പം ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഭാമയാൻറ്റി തന്നെയാണ് പറഞ്ഞത് രേവതിയുടെ പേരിൽ കേസ് കൊടുക്കാനെന്നേ. അങ്ങനെ ഞാനും സമ്മതിച്ചിട്ടാണ് വന്നതെന്ന് പറയുമ്പോൾ ചന്ദ്രമതിക്കും ശ്രുതിക്കും ആകെ അങ്ങ് ടെൻഷൻ ആവുകയാണ്. കാരണം ചന്ദ്രമതിയാണെങ്കിൽ കള്ളത്തരം പറഞ്ഞ് പൈസ മേടിച്ചിട്ടുമുണ്ട്, ശ്രുതി പണം മോഷ്ടിച്ചിട്ടുണ്ടല്ലോ. അങ്ങനെ രവി ചോദിക്കുന്നുണ്ട്, ഭാമയോട് കംപ്ലൈൻറ്റ് കൊടുക്കാൻ ആരാ പറഞ്ഞെന്നേ? അതെ, ഇവിടെ നിന്ന് അമ്മ തന്നെയാണ് രേവതിയുടെ പേരിൽ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞതെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ആകെ ഇങ്ങനെ, ഞാനെപ്പോഴാ കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറഞ്ഞതെന്ന് ഇങ്ങനെ ചിന്തിച്ചിട്ട്, ഭാമ ഇനി എന്തൊക്കെയാണോ ഇവനോട് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഇങ്ങനെ പരിഭ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ രവി ചോദിക്കുന്നുണ്ട്, ചന്ദ്രയാണോ കേസ് കൊടുക്കാൻ പറഞ്ഞതെന്നേ? അപ്പോൾ സജി പറയുന്നുണ്ട്, അതേ അച്ഛാ, അമ്മ തന്നെയാണ് പറഞ്ഞതെന്നേ. അതെന്തിനാ ചന്ദ്രൻ കേസ് കൊടുക്കാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ ശ്രുതി ചോദിക്കുന്നുണ്ട്, അതെ പണം മോഷണം പോയ പിന്നെ കേസ് കൊടുക്കണ്ടേ നോക്കുമ്പോൾ ശ്രുതി ഇങ്ങനെ പിടിച്ച്, ശ്രുതി ഒന്നും മിണ്ടാതിരി, നമുക്കറിയാത്ത കാര്യത്തെക്കുറിച്ച് സംസാരിക്കല്ലേ എന്നും പറഞ്ഞിട്ട് ശ്രുതിനെ ഇങ്ങനെ പിടിച്ച് മാറ്റുന്നുണ്ട്. ചന്ദ്രമതിക്കാണെങ്കിൽ സച്ചിന് എന്താ പറയാൻ പോകുന്നതെന്ന് പോലും അറിയാതെ ഇങ്ങനെ നിൽക്കുകയാണല്ലോ. സച്ചി പറയുന്നുണ്ട്, അച്ഛാ എന്തായാലും എൻ്റെ ഭാര്യ അറിഞ്ഞുകൊണ്ട് അറിയാതെ ചെയ്തു പോയ തെറ്റാണ്, എന്തായാലും ഇത് പോലീസ് കേസായ എല്ലാവർക്കും നാണക്കേടാവും അച്ഛാ. എൻ്റെ ഭാര്യ ഒരു മോഷ്ടാവാണെന്ന് നാട് നീളെ പറയും, ഈ കുടുംബത്തിന് നാണക്കേടാണ് അച്ഛാ. എന്തായാലും അമ്മയോട് ഒന്ന് പറയിച്ച ആ കേസ് പിൻവലിപ്പിക്കാൻ ഭാമയാൻറ്റിയോട് എന്തായാലും അമ്മ പറഞ്ഞ അമ്മ ആൻറ്റി കേക്ക് വെച്ചാ പ്ലീസ് വെച്ചാ എന്നൊക്കെ പറഞ്ഞിട്ട് സച്ചി ഇങ്ങനെ കെഞ്ചി ഇങ്ങനെ പറയുകയാണ്. സച്ചി വീണ്ടും പറയുന്നുണ്ട്, അച്ഛാ ആ പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും തന്നോളാം, അമ്മയോട് ആ കേസ് കൊടുക്കല്ലേ എന്ന് പറയാം അച്ഛാ. എന്തായാലും ആ പണം ഞാൻ അച്ഛൻ്റെ കയ്യിൽ തന്നെ തന്നോളാം എന്ന് പറയുകയാണേ. അപ്പോഴേക്കും നീ എന്ത് വർത്തമാനമാണ് പറയുന്നത്, അവൾ തെറ്റിയാതെ അവളുടെ പേരിൽ കേസ് കൊടുക്കുന്നത് എന്തിനാന്നേ? എന്നിട്ട് രവി പറയുന്നുണ്ട്, എൻ്റെ കയ്യിൽ ആ പൈസയൊന്നും തരണ്ടാന്നേ. സച്ചി നീ ഓവറായിട്ട് പറഞ്ഞു കയറി പോകുന്നുണ്ട്. എന്തായാലും ആ പണം ഞാൻ എൻ്റെ കൈ കൊണ്ട് വാങ്ങില്ല, അത്രയും മോശപ്പെട്ട ഒരു കാര്യം ഞാൻ ചെയ്യത്തുമില്ല. രേവതി അങ്ങനെ ചെയ്യില്ല, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. എന്തായാലും ഇതൊന്നും കാണാനും കേൾക്കാനും എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടിട്ട് രവി അകത്തേക്ക് അങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പോഴേക്കും സച്ചി ഓടി ചെന്നിട്ട്, അച്ഛാ ഒന്ന് നിൽക്കച്ചാ, അച്ഛനിപ്പോൾ എന്താ പറഞ്ഞത്? കേസ് കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ആ കാശ് അച്ഛൻ വാങ്ങിയില്ല, അത് മോശപ്പെട്ട കാര്യമാണെന്നാണെന്ന്. അതേടാ, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ആ ക്യാഷ് ഞാൻ കൈകൊണ്ട് വാങ്ങില്ല എന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും സച്ചി അങ്ങ് കൈയടിക്കുകയാണ് കേട്ടോ. ഇത് എല്ലാവരും ഇങ്ങനെ അത്ഭുതത്തോടു കൂടി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കും മനസ്സിലാവുന്നില്ലല്ലോ. സൂപ്പർ അച്ഛാ, സൂപ്പർ. അച്ഛൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ വീട്ടിൽ ഒരു കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഈ വീട്ടിലെ ഒരാൾ 2 ലക്ഷം രൂപ മേടിച്ചു എന്ന് പറയുകയാണേ. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ അങ്ങ് വിറയ്ക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. രവി ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ നിന്നോന്നേ? അതെ അച്ഛാ, ഈ വീട്ടിൽ നിന്ന് തന്നെ. എൻ്റെ ഭാര്യ ഒരിക്കലും മോഷ്ടിക്കില്ല, അതുപോലെ ഒരു മോശപ്പെട്ട കാര്യം ഒരിക്കലും ചെയ്യുകയില്ല എന്ന് പറയുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത് വയ്ക്കുന്നുണ്ട്, പിന്നെന്തിനാണ് സച്ചിയേട്ടൻ രവതി ചേച്ചിനെ അങ്ങനെയൊക്കെ പറഞ്ഞത്? അതെ, സത്യങ്ങളൊക്കെ ഒന്ന് പുറത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഡ്രാമയെല്ലാം ഇവിടെ കളിച്ചത്.
അച്ഛാ, കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ മേടിച്ചത് വേറെ ആരുമല്ല, ദേ ഈ നിൽക്കുന്ന ഇവരാണ് അച്ഛാന്നും പറഞ്ഞിട്ട് ചന്ദ്രയുടെ നേരെ ഒരു വിരൽ ചൂണ്ടിച്ചാണ് കേട്ടോ. ചന്ദ്രമതി ആകെ അങ്ങ് പെട്ടുപോയിരിക്കുകയാണ്. ശ്രുതിക്ക് ആശ്വാസമായി. ശ്രുതി തൽക്കാലത്തേക്കിന് രക്ഷപ്പെട്ടെന്നുള്ള ഒരു സമാധാനമായിട്ടുണ്ട്. ഇങ്ങനെ രവിയാണെങ്കിൽ ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. സച്ചി, നീ എന്തൊക്കെയായി പറയുന്നേനെ? അതേ അച്ഛാ, ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് വക്കീലിന് ഞാനും രേവതിയും കൂടി 5 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തില്ലേ? 5 ലക്ഷം രൂപയിൽ നിന്ന് 2 ലക്ഷം രൂപ ഇവര് മേടിച്ചിട്ടാണ് ശരത്തിന്റെ കേസ് പിൻവലിച്ചതെന്ന് സച്ചി അങ്ങ് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ പണം മേടിച്ചത് തന്നെ വലിയ തെറ്റ്, അതും പോരാഞ്ഞിട്ട് എൻ്റെ രേവതിയുടെ മേലിൽ പഴി ചാരുകയും ചെയ്തു. ഇതിനൊക്കെ എന്താണ് അച്ഛാ പരിഹാരം ചെയ്യാനുള്ളതെന്നേ? അപ്പോഴേക്ക് രവി വന്നിട്ട് ചന്ദ്രയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണോന്നേ? ചന്ദ്രമതി മിണ്ടാതെ അവിടെ ഇങ്ങനെ തലകുനിച്ച് നിൽക്കുകയാണല്ലോ. അച്ഛാ, സത്യമായതുകൊണ്ടാണല്ലോ ഇവര് വാ തുറക്കാത്തത്. അച്ഛൻ തന്നെ ഇതിനകത്തൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് പറയണേ. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, ഇതിനൊക്കെ ഞാൻ എന്ത് തീർപ്പ് കൽപ്പിക്കാനാടാ? ഇത് തീർപ്പ് കൽപ്പിക്കേണ്ടത് നീയും രേവതിയാണെന്നേ. അച്ഛാ, രേവതിയെക്കുറിച്ച് അച്ഛൻ അറിയാലോ, അമ്മ പാവമാണെന്നും പറഞ്ഞ് ഒന്നും പറയില്ല. ഇതിന് ഞാൻ തീർപ്പ് കൽപ്പിക്കും. അമ്മ രേവതിയോട് ഇപ്പം തന്നെ മാപ്പ് ചോദിക്കണമെന്ന് പറയണേ. ഇത് കേൾക്കുമ്പോഴേക്കും വർഷ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുമ്പോട്ടേക്ക് വരുന്നുണ്ട്. വർഷ പറയുന്നുണ്ട്, എന്തായാലും ഞാനും രേവതി ചേച്ചിയും തമ്മിൽ പ്രശ്നങ്ങൾ തന്നെയായിരിക്കാം. ഈ കാര്യത്തിൽ ന്യായമായിട്ടുള്ള ഒരു തീർപ്പെന്ന് പറയുന്നത് ആൻറ്റി രേവതി ചേച്ചിയോട് മാപ്പ് ചോദിക്കണമെന്ന് തന്നെയാണെന്ന്. എപ്പോഴേക്ക് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, ഞാനെന്തിനാണ് ഇവളോട് മാപ്പ് പറയുന്നത്? ഇവളുടെ അനിയനല്ലേ ആദ്യം പണം മോഷ്ടിച്ചത്, പിന്നീട് എന്നിട്ടിപ്പോൾ ഞാനതിന് എന്ത് തെറ്റ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, നീ മാപ്പ് ചോദിച്ചേ മതിയാവൂ ചന്ദ്രനെ. നിങ്ങൾക്ക് എന്താ ഭ്രാന്താണോ രവിയേട്ടാന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അതേടി, നിന്റെ കൂടെ ഇത്രയും കാലം ജീവിച്ച് ഞാനൊരു ഭ്രാന്തനായി മാറിയിട്ടുണ്ട്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഒരിക്കലും അങ്ങനെ അമ്മ മാപ്പ് ചോദിക്കില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ പിന്നെ ഞാനൊരു തീർപ്പ് പറയാനേ. എപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, അമ്മ മാപ്പൊന്നും പറയണ്ടെന്നേ. നീ ഇത്രയും വലിയ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് നീ വലിയ പുണ്യാളത്തെയൊന്നും കാണിക്കണ്ടടി. നിന്റെ ഔദാര്യമൊന്നും എനിക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും ചന്ദ്രൻ ഇങ്ങനെ പറയാണ്, കണ്ടില്ലേ അച്ഛാ, ഇവരുടെ അഹങ്കാരം ഒരിക്കലും തീരുന്നതല്ല. അച്ഛാ, ഈ ഒരു കാര്യമുള്ളൂ, ഇനി ഒരിക്കലും രേവതിയുടെ കുടുംബത്തെയോ രേവതിയോ മോഷ്ടാവെന്ന് പറയാൻ ഇവർക്ക് നാവെടുത്ത് പൊങ്ങലെന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ പ്രശ്നം എല്ലാവരും അങ്ങ് ഏറ്റെടുക്കുകയാണ് കേട്ടോ. വർഷ പറയുന്നുണ്ട്, എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നത് ആൻറ്റി ആണെങ്കിൽ രേവതി ചേച്ചിയുടെ അടുത്ത് മാപ്പ് ചോദിക്കണമെന്നാണ്. എന്തായാലും ശരത്തിന്റെ കേസ് പിൻവലിക്കാൻ വേണ്ടിയിട്ട് 2 ലക്ഷം രൂപ ഫൈൻ മേടിച്ചതല്ലേ, അപ്പോൾ അത് മാപ്പ് ചോദിക്കേണ്ട കാര്യമില്ലെന്നേ. അപ്പോഴേക്കും ശ്രീകാന്ത് ഇരിക്കുന്നുണ്ട്, പക്ഷേ നീ എന്താ പറയുന്നത്? അതെ ശ്രീകാന്തേ, അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ആൻറ്റി എന്തായാലും വക്കീലിൻ്റെ അടുത്ത് പോയി ചോദിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ, രേവതി ചേച്ചിയുടെ അടുത്ത് പൈസ നേരിട്ട് ചോദിച്ചാൽ പോരായിരുന്നേന്നേ ഒക്കെ പറയുമ്പോഴത്തേക്കിനും അത് തന്നെയാണ്, അത് വർഷ പറഞ്ഞ കറക്റ്റാണെന്ന് പറയുമ്പോൾ ചന്ദ്രമതിയാണെങ്കിൽ ശ്രീകാന്തിനെ അടിക്കാനായിട്ട് കൈ ഇങ്ങനെ പൊക്കുകയാണ് കേട്ടോ. വർഷം മുമ്പിൽ കയറി നിന്നതും പതുക്കെ കൈ താത്തിട്ടിട്ട് ചന്ദ്രമതി അങ്ങ് നിൽക്കുന്നുണ്ട്. അപ്പോഴേക്ക് ശ്രുതി പറയുന്നുണ്ട്, അമ്മ ചെയ്തത് ന്യായം തന്നെയാണ്, പിന്നെ എന്തിനാണ് ഞാനാണ് അമ്മയുടെ സ്ഥാനത്തെങ്കിലും ഇങ്ങനെ ചെയ്യുന്നത്? അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീ എടുത്തത് 50 ലക്ഷം, അമ്മ മേടിച്ചത് 2 ലക്ഷം, അത്ര വ്യത്യാസമുള്ളൂ എന്ന് പറയുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, സച്ചി അതിന് ഞങ്ങൾ മാസം പൈസ തന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, ഇനി അതിനെക്കുറിച്ച് പറയണ്ടാന്നേ. എന്നാലും ചന്ദ്ര പറയുന്നുണ്ട്, അതല്ല, ആ 2 ലക്ഷം രൂപ ആരെയായിരിക്കും മോഷ്ടിച്ചതെന്നാണ് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നതെന്നേ. ഇത് കേൾക്കുമ്പോൾ ശ്രുതിയുടെ വായങ്ങ് അടഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും ചന്ദ്രമതി താൻ ചെയ്തത് തെറ്റാണെന്ന് പോലും അംഗീകരിക്കുന്നില്ല കേട്ടോ. ഈ സമയം നമ്മളെല്ലാവരും ആഗ്രഹിച്ചിരുന്നത് പോലെ രവി അങ്ങോട്ട് ഒരു വരവ് വരുവാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതിയുടെ നേരെ. ചന്ദ്രമതിനെ വലിച്ചങ്ങ് കയറുന്നുണ്ട്. നമ്മൾ എല്ലാവരും പ്രതീക്ഷിച്ച പോലെ തന്നെ. എന്നിട്ട് അവസാനമായിട്ട് രവി പറയുന്നുണ്ട്, ദേ ചന്ദ്രൻ, ഇനി ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഈ സച്ചിക്കും രേവതിക്കും നഷ്ടം വന്ന നീ ഒറ്റയൊരുത്തി കാരണമാണ് ഇത്രയും പ്രശ്നങ്ങളുണ്ടായതും നഷ്ടം വന്നതും. 5 ലക്ഷം രൂപ നീ തന്നെ അവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറയാ കേട്ടോ. ഇത് കേൾക്കുമ്പോഴേക്ക് ചന്ദ്രമതി അങ്ങ് ഭൂമിയിൽ നിന്ന് പിറന്ന് താഴോട്ട് പോയതുപോലെ അവസ്ഥയിലാവുകയാണ്. അങ്ങനെയാണ് നമ്മുടെ എപ്പിസോഡ് തീരുന്നത്. അടുത്ത വിശേഷങ്ങളുമായിട്ട് നമുക്ക് കാണുമായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത എപ്പിസോഡിനായിട്ട് നെക്സ്റ്റ് ഒന്ന് കൂടിയിട്ട് കമൻറ്റ് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ടും രേഖപ്പെടുത്തുക. ലൈക്ക് ചെയ്തും ഹൈപ്പ് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ.